പ്രണയത്തെക്കുറിച്ചും പ്രണയനഷ്ടത്തെക്കുറിച്ചും അത് കഴിഞ്ഞുള്ള മൂവ് ഓൺ ചെയ്യലിനെക്കുറിച്ചുമെല്ലാം നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൂടെയെല്ലാം കടന്നുപോയ ശേഷം ഒരു വ്യക്തി എത്തി നിൽക്കുന്ന മറ്റൊരു അവസ്ഥയെ കുറിച്ച് അധികമാരും പറഞ്ഞു കേട്ടിട്ടില്ല. ജീവിതത്തിൽ കടന്നുവരുന്ന ഒരാളെപ്പോലും വിശ്വസിക്കാനോ സ്നേഹിക്കാനോ കഴിയാത്ത രീതിയിൽ ചിലപ്പോൾ മനുഷ്യർ മാറിപ്പോകാറുണ്ട്. സ്നേഹിക്കാൻ പേടിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ദേ ഇപ്പോഴും അതിൽ നിന്ന് പുറത്തുവരാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. വളരെ ടോക്സിക്കായ ഒരു ബന്ധത്തിൽ നിന്നുമാണ് ഒരാൾ മൂവ് ഓൺ ചെയ്തു വന്നതെങ്കിൽ പിന്നീട് ഒരാൾ എത്ര സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ടോക്സിക്കായി ഫീൽ ചെയ്യും. കരുതലോടെ പറയുന്ന കാര്യങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നതായേ തോന്നൂ. ടോക്സിക് ബന്ധങ്ങളുടെ ഈ ആഫ്റ്റർ ഇഫക്റ്റ് വീണ്ടുമൊരു ബന്ധത്തിൽ തുടരാൻ പോലും കഴിയാത്ത രീതിയിൽ അയാളെ മാറ്റിയെടുക്കും. എല്ലാത്തിലും അയാൾക്ക് ഒരു റെഡ് ഫ്ലാഗുണ്ടാകും. ഈ ചെയ്യുന്നതെല്ലാം പഴയ ബന്ധത്തിൽ നിന്നുണ്ടായ ട്രോമ കൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ കൂടെ നിൽക്കാൻ കഴിയാതെ പലരും ഇറങ്ങിപ്പോകും. നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു സ്നേഹം കൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോയ ചില ബന്ധങ്ങളുണ്ടാവും. ഒരു പോയിന്റിലെത്തുമ്പോൾ ഒരാൾ മാത്രം എല്ലാം മാറ്റിവെച്ച് ജീവിക്കുന്നതല്ല സ്നേഹമെന്ന് മനസ്സിലാകുമ്പോൾ നമ്മളതിൽ നിന്ന് ഇറങ്ങി വരും. അതിന് ശേഷം ഒരു ചെറിയ കാര്യത്തിൽ പോലും നാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. പുതിയൊരാളെ പരിചയപ്പെട്ട് അയാളെ മനസ്സിലാക്കുന്ന മുമ്പേ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ പണ്ടുണ്ടായ റിലേഷൻഷിപ്പിലെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം അയാളിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ അത് വേണ്ടെന്ന് വെക്കും. സ്നേഹത്തോടെ ഒരാളോട് സംസാരിക്കാൻ, നമ്മളെക്കുറിച്ച് കൂടുതൽ പറയാൻ എല്ലാം പേടിയാവും. സ്നേഹത്തോടെ നമ്മൾ പറയുന്ന പലതും പിന്നീട് അവർ മുതലെടുത്താലോ എന്ന ഭയം എപ്പോഴും മുന്നിലുണ്ടാകും. ബന്ധങ്ങളെ വളരെ സിമ്പിളായി എടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് കൂടെ വേണമെന്ന് മനസ്സിലാക്കാത്ത, നിങ്ങളെ വാല്യൂ ചെയ്യാത്ത ഒരാളോടും മിണ്ടാൻ പോലും താല്പര്യമുണ്ടാകില്ല. വികാരങ്ങളെക്കാളേറെ വിവേകത്തിന് മാത്രമാകും സ്ഥാനമുണ്ടാവുക. ഒരു വ്യക്തിയെ എല്ലാ രീതിയിലും അളന്ന് നോക്കി മാത്രമേ ജീവിതത്തോട് ചേർക്കാൻ കഴിയൂ. ചുരുക്കി പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന അവസ്ഥ. പലരുമിപ്പോൾ സിംഗിൾ ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാവും. അങ്ങനെ മൂവ് ഓൺ ആയി കുറച്ചു കാലം കഴിയുമ്പോൾ ഒറ്റയ്ക്കുള്ള ജീവിതത്തോട് ചെറിയൊരു മടുപ്പൊക്കെ വരും. ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നും. പക്ഷേ അതേ സമയം നമ്മളെ മനസ്സിലാക്കാത്ത, നമുക്ക് അത്രമേൽ ഉറപ്പില്ലാത്ത ഒരാളുമായി ഒരു ബന്ധത്തിൽ ആവുന്നതിലും നല്ലത് ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് തന്നെയാണെന്ന് തോന്നും. ചുരുക്കി പറഞ്ഞാൽ പ്രണയിച്ചു ഒടുവിൽ പ്രണയിക്കാൻ പേടിയുള്ളവരായി നമ്മളെല്ലാം മാറിപ്പോകുന്നു.